100 മീറ്റർ നീളം 50 മീറ്റർ വീതി. 100 മീറ്റർ നീളം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലൊക്കെ ഒരു ഓട്ടമത്സരം നടക്കുന്ന ഒരു സ്റ്റേജാണ്. നമ്മുടെ പാലസ് ഗ്രൗണ്ടിലെ സ്റ്റേജിൻ്റെ ഫ്ലോറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ 100 മീറ്റർ നീളം 50 മീറ്റർ വീതി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു ചെറിയൊരു ഫുട്ബോൾ കളിക്കുവാൻ അല്ലെങ്കിൽ ഒരു 3-5 ഫുട്ബോളൊക്കെ കളിക്കാൻ മാത്രമുള്ള വീതി ഇതിനകത്ത് ഈ സ്റ്റേജിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ പിറകിൽ കാണുന്ന ഒരു വശമുണ്ട്, ആ വശത്താണ് VIP പാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഈ സ്റ്റേജ് കമ്മിറ്റിയും അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് സ്റ്റേജ് കമ്മിറ്റി ഉണ്ട്, ഗ്രൗണ്ട് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ, ഈ ഗ്രൗണ്ടിൻ്റെ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും നടന്നു പോകാൻ കഴിയില്ല. അവരെങ്ങനെ പോകുന്നറിയോ, ഇവിടെ ഇപ്പോൾ ആ തലക്കിലുള്ള ഒരാൾ ഒരു ഇത് സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോളിയാണ്. പിന്നെ ഇവിടെ ഒരു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ഇവിടെയുള്ള ഈ സ്റ്റേജിനടുത്തുള്ള ആൾ വിളിച്ചാൽ അവിടെ നടന്നു പോയി വരിക എന്ന് പറഞ്ഞത് അസാധ്യമാണ്. അതുകൊണ്ട് അവർ പോകുന്ന ഒരു പോക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. വാ, എങ്ങനെയാണല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ പോകുന്നത്, നടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സ്കൂട്ടർ എടുക്കണം. എൻ്റെ കൂടെ സ്റ്റേജിൻ്റെ ഇൻചാർജുള്ള റഹീംഭായി ഉണ്ട്. റഹീംഭായിയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ ഓടി കളിക്കുന്ന ആൾ. അപ്പോൾ റഹീംഭായിയെ സഹായിക്കുന്ന ഒരു വാഹനമാണിത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഒന്ന് കണ്ടുവരാം. അപ്പോൾ നമ്മുടെ സ്റ്റേജിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ ഈ യാത്ര ആരംഭിക്കുന്നത്. എത്ര സമയം ഉണ്ടാകുമെന്ന് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. റഹീംഭായി, ഇവിടുത്തെ പിന്നെ ഇത് എത്ര മീറ്ററാണ് നമ്മുടെ ഈ ഒരു സ്ഥലം കിടക്കുന്നത്? സ്ഥലം 28 ഏക്കറോളം ഉണ്ട്. 100 മീറ്റർ വീതിയും 50 മീറ്റർ വലിയ സ്റ്റേജാണല്ലോ. ഒരു 5 ഫുട്ബോൾ കളിക്കാം. നമ്മുടെ നാട്ടുപുറത്തൊക്കെയുള്ള ഫുട്ബോൾ ഉണ്ടാവില്ലേ? അത് ബാംഗ്ലൂരിന്റെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വരുന്നത്. കാരണം ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ലീഡേഴ്സ് തന്നെ ഒരുപാട് ആളുകളുണ്ട്. അതോടൊപ്പം സംസാരിക്കുന്ന ഒരുപറ്റം ആൾക്കാർ ബാംഗ്ലൂരിലും കർണാടകത്തിൽ ഉടനീളമുണ്ട്. കേരളത്തിൽ ടീം അതൊക്കെ ഒത്തുചേരുമ്പോൾ ഒരു മഹാസമുദ്രം തന്നെ ആയി മാറും. നിങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ തലം മുതൽ ആ തലം വരെ പോയി വരിക എന്ന് പറയുന്നത് വലിയ റിസ്ക്കാവില്ല. അത് പ്രത്യേകിച്ച് ഇപ്പോൾ 38 ഡിഗ്രി ചൂടാണ്. നല്ല ചൂടല്ലേ? വൈകുന്നേരം കേട്ടോ, നല്ല തണുപ്പുണ്ടാവും. ഉച്ച സമയം ഭയങ്കര. ഇപ്പൊ എത്ര ലൈറ്റ് ഈ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഗ്രൗണ്ടിനകത്ത്? സാധാരണഗതിയിൽ ഈ ഗ്രൗണ്ട് ഓപ്പൺ ആയിട്ട് കിടക്കും, അല്ലെങ്കിൽ പിള്ളേർക്ക് ഫുട്ബോൾ കളിക്കാൻ അങ്ങനെ പരിപാടികളാണ്. മെയിൻ ഫംഗ്ഷൻ മാത്രം ഗ്രൗണ്ടായി രാഷ്ട്രീയക്കാരെ ആ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത് അതിൽ ഫുള്ളാക്കിയിട്ടാണ് പൊതുവെ പോകാറ്. അതിൻ്റെ ഗ്രൗണ്ടാണോ ബാംഗ്ലൂരിൽ? അതെ അതെ അതെ. ഈ സൗകര്യം കിറ്റിൻ്റെ എവിടെ തന്നെയല്ലേ? ഇപ്പൊ നമ്മുടെ റൗണ്ട് കഴിഞ്ഞു അല്ലേ? നമ്മുടെ ബാരിക്കേഡ് സമ്മേളനം നഗരിയുടെ ബാരിക്കേഡ് കഴിഞ്ഞു അല്ലേ? മെയിൻ റോഡിലേക്ക് മെയിൻ റോഡ്. ഇതിപ്പോ ഞങ്ങളിപ്പോ വന്ന് ഇത് പേരാണ് ഗേറ്റ് നമ്പർ? എയർപോർട്ട് റോഡാണ്. ഗേറ്റ് നമ്പർ 1. ഇത് VIP. ഓക്കെ, ഇതാ ഈ കാണുന്നതാണ് കേട്ടോ. പിന്നെ ഗേറ്റ് നമ്പർ 1. അങ്ങനെ നമ്മൾ ഈ സ്റ്റേജിന്റെ ഒരു ഭാഗത്തു നിന്നുള്ള യാത്ര തുടങ്ങി മറ്റൊരു ഭാഗത്ത് നമ്മുടെ യാത്ര കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഗേറ്റ് നമ്പർ 2 വേറെ ഒരു ഭാഗത്തുണ്ട്. ഗേറ്റ് നമ്പർ 2 പബ്ലിക്കിന് വേണ്ടിയുള്ള. നമ്മളിപ്പോൾ കണ്ടത് പിന്നെ VIP-കൾക്കുള്ള ഒരു ഗേറ്റാണ്. നമ്മുടെ വാഹനങ്ങൾ ഒക്കെ വരുന്നതാണ്. പിന്നെ പബ്ലിക്കിന് എയർപോർട്ട് റോഡാണ് തൊട്ടടുത്ത് കാണുന്നത്. എയർപോർട്ട് റോഡാണ്. ഇതാണ് പബ്ലിക് നമ്മളൊക്കെ വരേണ്ടത് ഈ ഒരു വഴിയാണ്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിന്റെ ഈ ഒരു ഭാഗത്താണ് ഫുഡ് കോർട്ട് വരുന്നത്. അവിടെ ഫുഡ് കോർട്ട് വരും അല്ലേ? പിന്നെ നമ്മൾ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇതിന്റെ നേരെ എതിർവശത്താണ് നമ്മുടെ പിന്നെ വുളു എടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്. രണ്ട് സ്ഥലത്തായിട്ട് വരും. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര തുടങ്ങി. നിങ്ങൾ നോക്കാം, നമ്മൾ ഈ സ്കൂട്ടറിൽ കയറിയതിന് ശേഷം എത്ര സമയമായി എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. കാരണം നമ്മൾ ഒരു ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 10-20 സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര സമയം എടുത്തു എന്ന് നിങ്ങൾ നോക്കുക ഈ ഗ്രൗണ്ട് ഒന്ന് ചുറ്റി വരണം. ഞാനൊരു കാര്യം പറയാം, ഇവിടെ ഇതിങ്ങനെ ചുറ്റി വരിക എന്ന് പറയുന്നത് ഒരാൾക്കും സാധ്യമായതൊന്നും ആയിരിക്കില്ല. കാരണം പെട്ടെന്നൊന്നും പോയി വരിക ആർക്കും നടക്കില്ല അല്ലേ റീബോയ്? പ്രായമുള്ള ആളുകളൊന്നും അങ്ങനെ ഓടിയെത്തുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിരിക്കും അല്ലേ? ഇനി നമ്മൾ പോകുന്നത് VIP പാർക്കിംഗ് അഥവാ മുഖ്യമന്ത്രി, മന്ത്രിമാർ ഒക്കെ അവർ മാത്രം വരുന്ന ഒരു വഴിയുണ്ട്. സ്റ്റേജിന്റെ പിറകിലാണ്. അവിടെ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് 100ഓളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ 100ഓളം വാഹനങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാം. അതുവഴി ഇപ്പോൾ പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക്, സമ്മേളനത്തിന് വരുന്ന ആളുകൾക്ക് ഒരിക്കലും പ്രവേശനം ഉണ്ടാവില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം സമ്മേളനത്തിന്റെ ഫ്രണ്ടിലുള്ള 2 ഗേറ്റ് മാത്രമാണ് അവൈലബിൾ. ഒന്ന് VIP ആണ്, ഒന്ന് സാധാരണക്കാർക്കുള്ളതാണ്. മൂന്നാമതും ഗേറ്റ് ഉണ്ട്, പക്ഷേ അത് VIP ആണ്. അവിടെ പോലീസ് സുരക്ഷ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മെറ്റൽ ഡിറ്റക്ടറുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നീട് ഇങ്ങോട്ട് കറങ്ങുക എന്ന് പറയുന്നത് ഇതിനേക്കാൾ വരും എന്നുള്ളതുകൊണ്ട് പിന്നെ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ ഭാഗത്ത് ബാത്റൂം സൗകര്യങ്ങളൊക്കെ സ്റ്റേജിന്റെ ഇടത് ഭാഗത്ത് ചെയ്തിട്ടുണ്ടെന്നല്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ഏരിയയാണ് പിന്നെ VIP പാർക്കിംഗ് ഏരിയ. ആ പിറകിൽ കാണുന്നതാണ് നമ്മുടെ സ്റ്റേജ്. ഈ പാർക്കിംഗ് ഏരിയ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്റ്റേജ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാരണം പെട്ടെന്ന് പോയി വരിക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബാക്ക് സൈഡിൽ ഒരു ഗേറ്റ് കാണുന്നുണ്ട്. ഗേറ്റ് ഒന്ന് പിന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ബാക്ക് സൈഡിലെ ഗേറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ വന്ന സ്ഥലത്ത് നമ്മൾ ഏകദേശം എത്തി. നമ്മൾ പുറപ്പെട്ട സ്ഥലത്ത് എത്തി. ഇതാണ് ഇവിടുത്തെ ഗ്രൗണ്ടിൻ്റെ ഒരു വലിപ്പം. അപ്പോൾ റഹീംഭായി നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ഡെയിലി പോയി വരിക എന്ന് പറയുന്നത് ഇന്ധനം തന്നെ വലിയൊരു